എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സാധാരണയായി ആളുകൾ എങ്ങനെയെല്ലാമാണ് സിഗരറ്റ് വലി നിർത്തുന്നത് അല്ലെങ്കിൽ പുകവലി നിർത്തുന്നത്, അതിനുള്ള എന്തെല്ലാം മെത്തേഡുകളാണ് അവർ പരീക്ഷിക്കാറുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് സാധാരണയായി 4 മെത്തേഡുകളാണ് പുകവലി നിർത്താൻ വേണ്ടി പല ആൾക്കാരും ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയും. അതായത് ഒരു ദിവസം അദ്ദേഹം തീരുമാനിക്കുന്നു, നാളെ തൊട്ട് ഞാൻ സിഗരറ്റ് വലിക്കുന്നില്ല. കാരണം അദ്ദേഹം സിഗരറ്റിനോട് അത്രയും മടുത്തിട്ടുണ്ടാവും. കാരണം ആദ്യത്തെ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു പരിപാടിയായിരുന്നു സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മടുത്തു. അങ്ങനെയാണ് അദ്ദേഹം ഞാൻ നാളെ തൊട്ട് നിർത്തുകയാണ് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹം മിക്കവാറും ഇതൊരു 30-ാം തീയതി ആയിരിക്കും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ന്യൂ ഇയറിന്റെ തൊട്ട് തലേന്നൊക്കെ ആയിരിക്കും ഇങ്ങനെ സംഭവിക്കുക. അല്ലാതെയും നടക്കാറുണ്ട്, വളരെ 10 മുതൽ 20% വരെ അല്ലാതെയും നടക്കാറുണ്ട്. സാധാരണഗതിയിൽ ഒരു 30-ാം തീയതിയാണ് തീരുമാനിക്കുന്നത് നാളെ മുതൽ നിർത്തി എന്ന് പറയും. അങ്ങനെ അദ്ദേഹം നിർത്തുന്നു. അദ്ദേഹം ഒരു ദിവസം അല്ലെ 2 ദിവസം അല്ലെ 3 ദിവസം, ചിലപ്പോൾ ഒരാഴ്ചയല്ല അദ്ദേഹം പിടിച്ചു നിൽക്കും. പക്ഷെ ഇത് താൽക്കാലികമായ ഒരു നിർത്തൽ മാത്രമാണ്. ദീർഘകാലമായിട്ട് ഇത് യാതൊരു തരത്തിലും ഗുണപ്രദം അല്ല. കാരണം അദ്ദേഹത്തിന് ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ നിക്കോട്ടിൻ ഹാക്ക്ഡ് ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ മൊബൈലിൽ ഒരു വൈറസ് കയറി കഴിഞ്ഞാൽ ആ വൈറസ് പറയുന്നത് പോലെയാണ് ആ മൊബൈൽ വർക്ക് ചെയ്യുക. എന്ന് പറഞ്ഞതുപോലെ നിക്കോട്ടിൻ അഡിക്റ്റ് ആയ ഒരാളുടെ തലയിൽ നിക്കോട്ടിൻ പറയുന്നതിനനുസരിച്ച് മാത്രമേ ആ ശരീരം പ്രവർത്തിക്കുള്ളൂ. ഇതാണ് സയന്റിഫിക് ആയിട്ട് നടക്കുന്നത്. അപ്പൊ നിക്കോട്ടിൻ കുറയുമ്പോൾ നിക്കോട്ടിൻ ചോദിക്കും. സാധാരണഗതിയിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ നിക്കോട്ടിൻ കുറയും ശരീരത്തിൽ നിന്ന്. അപ്പോൾ നിക്കോട്ടിൻ വീണ്ടും കൊടുക്കേണ്ടതായി വരും. അപ്പോൾ ശരീരം വീണ്ടും ചോദിക്കും, നിക്കോട്ടിൻ ചോദിക്കും. അപ്പൊ അങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് അദ്ദേഹത്തിനുണ്ടാവും. അതിനാണ് അർജ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതുണ്ടാവുകയും പിന്നീട് അതിനുശേഷം അദ്ദേഹത്തിന് ക്രേവിംഗ് എന്ന അവസ്ഥ, അതായത് ഒരു മാനസികപരമായ ഒരു അവസ്ഥയാണ്, ഇതൊരു മാനസിക സമ്മർദ്ദമാണ്. സിഗരറ്റ് വലിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദമാണ് ക്രേവിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് സിഗരറ്റ് വലിക്കാൻ വളരെ ശക്തമായ ആഗ്രഹങ്ങൾ നിലനിൽക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ തീരുമാനം ഞാൻ നാളെ തൊട്ട് നിർത്തി എന്നുള്ളതാണ്. അങ്ങനെ ആ തീരുമാനവും ഈ ശരീരത്തിന്റെ ആവശ്യവും തമ്മിൽ വളരെയധികം വലിയൊരു ഫൈറ്റ് നടക്കും. ഈ ഫൈറ്റ് ഒരു ദിവസം പോകും, 2 ദിവസം പോകും, ചിലപ്പോൾ 3 ദിവസം, ഒരാഴ്ച, ചിലർക്ക് ഒരു മാസം വരെയൊക്കെ കൊണ്ടുപോകും. അങ്ങനെ ഇദ്ദേഹത്തിന് എവിടെന്നെങ്കിലും ഒരു ട്രിഗർ കിട്ടും. ചിലപ്പോൾ ഒരു ടെൻഷൻ വരും, അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾ ആ, പാർട്ടിയിൽ നിന്നും സിഗരറ്റ് വലിക്കുന്നത് കാണും, അല്ലെങ്കിൽ ഒരു ടൂറ് പോകും. അങ്ങനെ എന്തെങ്കിലും ഇദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ട്രിഗറിൽ കുടുങ്ങി അദ്ദേഹം സിഗരറ്റ് വലി വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇദ്ദേഹം ഒരു സിഗരറ്റ് വലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വീണ്ടും 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 വലിക്കേണ്ടി വരും. കാരണം ഒരു സിഗരറ്റ് വീണ്ടും 1000 സിഗരറ്റിലേക്ക് കൊണ്ടുപോകും. അതാണ് ലോ ഓഫ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഒരു 6 ദിവസം സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ആ നിക്കോട്ടിൻ റിസെപ്റ്റേഴ്സ്, നിക്കോട്ടിൻ സ്വീകരിക്കുന്ന ഗ്രാഹികൾ ഇനാക്റ്റീവ് ആയിരിക്കും. ആ ഇനാക്റ്റീവ് ആയിരിക്കുന്ന ഗ്രാഹികൾക്ക് ഒരു സിഗരറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും അത് അക്സെപ്റ്റ് ചെയ്യുകയും വീണ്ടും ആക്റ്റീവ് ആവുകയും പിന്നെ തുടർന്ന് നിക്കോട്ടിൻ കുറയുമ്പോൾ നിക്കോട്ടിൻ ചോദിച്ചു കൊണ്ടിരിക്കും. ഇതാണ് നിക്കോട്ടിൻ നിർത്തിക്കഴിഞ്ഞാൽ, ഒരു സിഗരറ്റ് വലി നിർത്തിക്കഴിഞ്ഞ ഒരാൾ വീണ്ടും സിഗരറ്റ് വലി തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നും വീണ്ടും 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 അവർ സിഗരറ്റ് വലിയുമായി മുന്നോട്ട് പോകും. അങ്ങനെ അവർ പിന്നെ ആ ഒരു സിഗരറ്റ് വലി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ അവർ ആ സിഗരറ്റിന്റെ കൂടെ യാത്ര തുടരുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആദ്യത്തെ മെത്തേഡായ സെൽഫ് കൺട്രോൾ ഒരു 3-4 ദിവസമൊക്കെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരു മാസം വരെയൊക്കെ വർക്ക് ചെയ്യും. പിന്നെ 1% ആൾക്കാരുടെ അടുത്ത് 1 വർഷം കണ്ടിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അവർ തിരിച്ചു വരും. ഒരു ശാശ്വതമായ പരിഹാരമല്ല ഈ സ്വയം നിയന്ത്രണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് വളരെ ഹ്രസ്വകാലത്തേക്ക് മാത്രമുള്ളതാണ്. ദീർഘകാലത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ന്യൂറൽ കണക്ഷൻസിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ദീർഘകാലത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ.
ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് അവർ നിർത്തുക എന്നാണ്. അതായത് ചിലപ്പോൾ മുതിർന്ന ആൾക്കാർ, സാധാരണ പള്ളിയിലെ അച്ഛന്മാർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛനമ്മ, അല്ലെ ടീച്ചർ, അങ്ങനെ ഗുരുക്കന്മാർ, അല്ലെങ്കിൽ ഏതെങ്കിലും മെന്റേഴ്സ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, വലിയൊരു അസുഖം വന്ന ഡോക്ടേഴ്സ്. പക്ഷെ ഈ ഒരു അഡ്വൈസിന് കുറച്ചു നേരത്തേക്കുള്ള ആയുസ് മാത്രമേ ഉള്ളൂ. ഈവൻ അദ്ദേഹം അടുത്ത ദിവസം മരിച്ചു പോകും എന്ന് പറഞ്ഞാൽ പോലും സിഗരറ്റ് വലി നിർത്തുന്നത് വളരെ 1% മാത്രമാണ്. അല്ലാത്ത 99% ആൾക്കാർക്കും നിർത്താൻ കഴിയില്ല. കാരണം അവരുടെ സയന്റിഫിക് ആയിട്ട് അവരുടെ ശരീരത്തിന് ഓൾറെഡി നിക്കോട്ടിൻ ബേസ്ഡ് ഡോപ്പാമിൻ സിസ്റ്റം അവിടെ ആക്റ്റീവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അദ്ദേഹത്തിന് സിഗരറ്റ് വലിക്കുന്നതാണ് സന്തോഷം എന്ന് അദ്ദേഹത്തിന്റെ ബ്രെയിൻ ഓൾറെഡി ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ശേഖരിച്ചു വെച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിക്കോട്ടിൻ കുറയുമ്പോൾ നിക്കോട്ടിൻ ഓട്ടോമാറ്റിക്കലായിട്ട് കൊടുക്കുക എന്നുള്ളത് ശരീരത്തിന്റെ ഒരു ധർമ്മമാണ്. അത് എങ്ങനെയെങ്കിലും അദ്ദേഹം കൊടുക്കും. അപ്പൊ സാധാരണഗതിയിൽ ഈ ഒരു അഡ്വൈസ് ഒരു തരത്തിൽ വർക്കാകാത്തതാണ്. ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡാണ്, സിഗരറ്റ് വലി നിർത്തുന്ന ഒരു മെത്തേഡാണ് ചൂയിങ്കം, നിക്കോട്ടിൻ ചൂയിങ്കം. ഇപ്പൊ നിക്കോടെക്സ്, അങ്ങനെ പലതരത്തിലുള്ള ചൂയിങ്കം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ചൂയിങ്കവും ഹ്രസ്വകാലത്തേക്ക് മാത്രമാണ് സിഗരറ്റ് വലി നിർത്താൻ കഴിയുന്നത്. ദീർഘകാലത്തേക്ക് ഇതിന് കഴിയില്ല. കാരണം ഇതിലും അടങ്ങിയിരിക്കുന്നത് നിക്കോട്ടിൻ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള ഒരു പോയിസണാണ്. അതുകൊണ്ട് ആരോഗ്യത്തിന് ഇത് അപ്പോഴും പ്രശ്നം തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ സിഗരറ്റ് വലി എന്ന് പറയുന്ന ഒരു സ്വഭാവം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ചൂയിങ്കം തുടങ്ങുന്നത്. എന്നാൽ ചൂയിങ്കത്തിൽ നിന്ന് ഒരിക്കലും ഈ സിഗരറ്റ് വലിക്കുന്ന ഒരു ആത്മസംതൃപ്തി ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ അദ്ദേഹം തിരിച്ച് അതിലേക്ക് തന്നെ മടങ്ങി വരികയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അതിനുശേഷമുള്ള നാലാമത്തെ ഒരു മെത്തേഡാണ് സ്വയം നിയന്ത്രണം, അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ 10 സിഗരറ്റ് 20 സിഗരറ്റ് ഒക്കെ വലിക്കുന്ന ആൾ ഒരു ദിവസം 3 സിഗരറ്റ് എന്ന രീതിയിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു ദിവസം 2 സിഗരറ്റ്, 1 സിഗരറ്റ് എന്ന രീതിയിൽ വളരെയധികം കുറച്ച് കൊണ്ടുവരും. ഇതും ദീർഘകാലത്തേക്ക് പോകില്ല, വളരെ ഹ്രസ്വകാലത്തേക്ക് പോകുള്ളൂ. സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മളോട് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ് നമുക്ക് കൂടുതൽ ചെയ്യാൻ താല്പര്യം. സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ നിങ്ങളടുത്ത് പറയും. നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ മഞ്ഞ ആനയെ നിങ്ങൾ കാണരുത്, മനസ്സിൽ കാണരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മഞ്ഞ ആനയെ മാത്രമേ നിങ്ങൾ കാണുള്ളൂ. ഇതുവരെ കണ്ടിട്ടും കൂടിയില്ല മഞ്ഞ ആനയെ, പക്ഷെ നിങ്ങൾ മഞ്ഞ ആനയെ കാണും. നമ്മളോട് ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യാൻ നമുക്ക് കൂടുതൽ ആവേശമായിരിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ 20 എണ്ണം 10 എണ്ണം ഇങ്ങനെയൊക്കെ എത്ര എണ്ണം ആണെങ്കിലും അതിനെ കട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ വലിക്കാനുള്ള ആസക്തി കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇദ്ദേഹം 1 എണ്ണം 2 എണ്ണം 3 എണ്ണം, അങ്ങനെ ഇയാൾ ചിലപ്പോൾ 10 എണ്ണം വലിച്ചു കഴിഞ്ഞാൽ ഇയാൾ 15 എണ്ണം വരെ വലിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ ഈ 4 മെത്തേഡുകളാണ് സാധാരണയായി കണ്ടുവരുന്ന മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഈ 4 മെത്തേഡും സത്യത്തിൽ ദീർഘകാലത്തേക്ക് സിഗരറ്റ് വലി നിർത്താൻ പര്യാപ്തമല്ല. കാരണം സിഗരറ്റ് വലി നിർത്തണമെങ്കിൽ അത് സയന്റിഫിക് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. കാരണം സിഗരറ്റ് വലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിഗരറ്റ് വലി സ്വഭാവം, അല്ലെങ്കിൽ പുകവലി സ്വഭാവം എന്ന് പറയുന്നത് 95% മാനസികരവും 5% ഒരു കെമിക്കൽ അഡിക്ഷനുമാണ്. അപ്പോൾ മാനസികപരമായി തന്നെ ട്രീറ്റ്മെന്റ് നടത്തുകയും 5% കെമിക്കൽ അഡിക്ഷനെ ആ രീതിയിൽ ആ, കാര്യങ്ങൾ നടത്തുകയും ചെയ്താൽ മാത്രമാണ് സിഗരറ്റ് വലിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ 100% നമുക്ക് സിഗരറ്റ് വലി നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെയാണ് നമുക്ക് സിഗരറ്റ് വലി നിർത്താൻ കഴിയുന്നത്. കാരണം നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ന്യൂറോൺസുകളുണ്ട്. ഈ ന്യൂറോൺസിന്റെ വിവിധങ്ങളായ കണക്ഷൻ മുഖേനയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്, ഇതിനെല്ലാം ഒരു ന്യൂറൽ കണക്ഷൻ, അല്ലെങ്കിൽ ഒരു നാഡീപാത നമ്മുടെ തലച്ചോറിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലുണ്ട്. ഈ നാഡീപാത നിലവിലുള്ള ഇപ്പൊ സിഗരറ്റ് വലി എന്ന് പറയുന്ന ഒരു സ്മോക്കറുടെ നാഡീപാത ഓൾറെഡി ബ്രെയിനിൽ ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് സിഗരറ്റ് വലി നിർത്താൻ കഴിയില്ല. അദ്ദേഹത്തിന് സിഗരറ്റ് വലി നിർത്തണമെങ്കിൽ ഈ പറയുന്ന നാഡീപാത ബ്രേക്ക് ചെയ്യുകയും പുതിയൊരു നോൺ സ്മോക്കറുടെ നാഡീപാത അദ്ദേഹം കൊണ്ടുവരികയും ചെയ്യണം. അതിന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ആ ഒരു ന്യൂറൽ പാത്വേ സൃഷ്ടിച്ചുകൊണ്ട് തീർച്ചയായിട്ടും 5 വർഷമോ 20 വർഷമോ 25 വർഷമോ ഒക്കെ വലിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ഈ പുകവലി നമുക്ക് നിർത്താൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് നിർത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക്
നമ്മുടെ അക്കാദമിയായ വെൽഡ്യൂഡ് സയൻസ് അക്കാദമിയായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഈ അക്കാദമിയുടെ സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുകയും പുകവലിയിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയുകയും ചെയ്യും.